പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആത്മാവിൽ നാം ക്ഷീണിച്ചു പോകുന്ന അനേക കാര്യങ്ങളുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ ആ സമയമെടുത്ത് അത് ചിന്തിക്കുന്നത് നല്ലതാണ്, പഠിക്കുന്നത് നല്ലതാണ്. ഗലാത്യ ലേഖനം നമ്മൾ നോക്കുകയാണെങ്കിൽ റൂട്ട് റീസൺ നമ്മുടെ ആത്മാവിൽ ക്ഷീണം വരുന്നതിൻ്റെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡിവോഷണൽ സ്റ്റഡിയിൽ ഈ ഗലാത്യ ലേഖനം നല്ലവണ്ണം പഠിക്കുക. ഗലാത്യ ലേഖനത്തിൽ കൂടെ നാം പഠിച്ചു പോകുമ്പോൾ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ആത്മാവിന് ക്ഷീണം വരുത്തുന്നതായിട്ട് കാണാം. വളരെ വിശദമായിട്ടത് വിശദീകരിക്കാൻ പറ്റത്തില്ല, ഓരോ വാക്യവും വായിക്കാൻ പറ്റത്തില്ല, പറഞ്ഞു തരാൻ പറ്റത്തില്ല. പക്ഷേ ആ കാതലായിട്ടുള്ള കാര്യം റെഫറൻസ് സഹിതം ഞാൻ പറയാം. ആദ്യത്തെ രണ്ട് കാര്യം, ഒന്ന്, ദൈവത്തിൽ നിന്ന് നാം അകലുക, ടേണിങ് അവേ ഫ്രം ഗോഡ്. രണ്ട്, വേറൊരു വഴി, ഒരു ഡിഫറെൻറ്റ് വേ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുക, ദൈവത്തിൽ നിന്നകന്നിട്ട്. അത് രണ്ടും ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട്, ടേണിങ് അവേ ഫ്രം ഗോഡ്. നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിൽ മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുക. മൂന്നാമത്തേത്, നമ്മൾ മണ്ടന്മാരായിത്തീരുക, ബീയിങ് ഫൂൾഡ്. ഗലാത്യ ലേഖനം 1:7 അതിനകത്ത് പറയുന്നത് നമ്മളെ വിഡ്ഢികളാക്കുക. അതായത് ചിലർ നമ്മളെ കലക്കി മറിച്ച് കളയും. മറിച്ച് കളയും എന്നുള്ളത് ആ സത്യസുവിശേഷത്തിൽ നിന്ന് നമ്മളെ ട്വിസ്റ്റ് ചെയ്ത് കളയും. നാലാമത്തേത്, നമ്മളെ മറിച്ച് കളയുന്നു. മൂന്നാമത്തേത്, നമ്മളെ ഫൂൾഡാക്കുന്നു. അത് രണ്ടും കാണുന്നത് 1:7. അതിനുശേഷം 5-ാമത് കാണുന്നത് 1:10. അതിനകത്ത് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പോയാൽ ആത്മാവിൽ നാം ക്ഷീണിക്കും. പ്ലീസിങ് പീപ്പിൾ. ഗലാത്യ ലേഖനം 1:10 അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവെങ്കിൽ, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കത്തില്ല. അപ്പം 5-ാമത്തേത്, നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട് പോയാൽ. 6-ാമത് 1:11, അതായത് ഹ്യൂമൻ റീസണിങ്, മാനുഷികമായിട്ടുള്ള ചില കാരണങ്ങളൊക്കെ കൊണ്ടുവന്ന് നിരത്തുന്നതാണ്. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 12-ാമത് പറയുന്നു, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രയും പ്രാപിച്ചത്. അതിൻ്റെ അർത്ഥം, മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രാപിച്ചെടുത്തെങ്കിൽ, ഹ്യൂമൻ റീസണിങ് വന്നിട്ടുണ്ടെങ്കിൽ, കുഞ്ഞെ, നീ നിൻ്റെ ആത്മീയത്തിൽ ക്ഷീണിക്കും, നിൻ്റെ ആത്മാവിൽ നീ ക്ഷീണിക്കും. 7-ാമത് പറയുന്നത് എ ഫിയർ ഓഫ് ക്രിറ്റിസിസം. ക്രിറ്റിസിസം നമുക്കെല്ലാം അറിയാം അല്ലേ? ആ ക്രിറ്റിസിസത്തെക്കുറിച്ച് ഒരു ഭയം വന്നു കയറിയാലോ. ഗലാത്യർ 2:12 പറയുന്നു, യാക്കോവിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ഫിയർ ഓഫ് ക്രിറ്റിസിസം തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവിൽ നമ്മെ ക്ഷീണിപ്പിച്ച് ഞെരുക്കിക്കളയും. അടുത്ത 8-ാമതായിട്ടുള്ളത്, നമ്മൾ ഹ്യൂമൻ എഫേർട്ട് ഇട്ടുകൊണ്ട് പെർഫെക്റ്റ് ആകാനായിട്ട് നമ്മൾ ട്രൈ ചെയ്താൽ നടക്കില്ല കുഞ്ഞെ, നടക്കില്ല. ദൈവവേദലേ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, നമ്മുടെ എഫേർട്ടിൽ നമുക്ക് ഒരു ജയകരമായ ആത്മീയ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഗലാത്യ ലേഖനം 3:3 പറയുന്നു, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ
സമാപിക്കുന്നത്. ജഡം കൊണ്ട് ജഡത്തിൽ കയറിയാൽ നമ്മൾ തോറ്റു പോവുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. 9 നമ്മൾ കാണുന്നു ഏണിങ് ഫേവർ. ഗലാത്യർ 4:10. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും ഒക്കെ പ്രമാണിക്കുന്നു. ചെയ്യാറില്ലേ? എന്തിനാ? എങ്ങനെയൊക്കെ ഫേവർ കിട്ടാൻ വേണ്ടി. അടുത്തത് ഹ്യൂമൻ അറ്റംപ്റ്റ്, മാനുഷികമായിട്ടുള്ള പരിശ്രമം. ഗലാത്യ ലേഖനം 4:23 പറയുന്നു, ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഹ്യൂമൻ അറ്റംപ്റ്റ്. എന്നാൽ ഹ്യൂമൻ എഫർട്ടുണ്ട് 4:29. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. പ്രൈസ് ഗോഡ്. 5:3 ഇങ്ങനെ പറയുന്നുണ്ട്, പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ഫേവർ കണ്ടുപിടിക്കുക, ട്രൈയിങ് ടു ഫൈൻഡ് ഫേവർ. അടുത്തത് നമ്മെ തന്നെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്യാൻ പോയാൽ തീർച്ചയായും ആത്മാവിൽ ഒരു പുഷ്ടി ഉണ്ടാകത്തില്ല. ക്ഷീണമേ ഉണ്ടാകത്തുള്ളൂ, തളർച്ചയേ ഉണ്ടാകത്തുള്ളൂ. 6:5 പറയുന്നു, ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കട്ടെ. 6:12 പറയുന്നു, wanting to look good to others. 6:12 എന്താ പറയുന്നത്? ജഡത്താൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. എത്രത്തോളം ഇതിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയത്തില്ല. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക, വേറൊരു വഴി തിരഞ്ഞെടുക്കുക, മണ്ടം കളിപ്പിക്കപ്പെടുക, ചിലതിനകത്തൊക്കെ അങ്ങ് മറിഞ്ഞു പോവുക, മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട് നോക്കുക, മാനുഷിക കാരണങ്ങൾ കണ്ടുപിടിക്കുക, ക്രിറ്റിസിസത്തെ ഭയപ്പെടുക, ഹ്യൂമൻ എഫേർട്ട് ഇട്ടുകൊണ്ട് പെർഫെക്റ്റ് ആണെന്ന് ശ്രമിക്കുക, പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുക, ഫേവർ കിട്ടാൻ വേണ്ടി കടന്ന് പരിശ്രമിക്കുക. മാനുഷികമായിട്ടുള്ള പരിശ്രമവും മാനുഷികമായിട്ടുള്ള കഴിവുകളുടെ പ്രദർശനവും, എന്നിട്ട് ഫേവർ കണ്ടു കിട്ടാൻ വേണ്ടി ഓരോന്ന് ചെയ്തെടുത്ത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയുക എന്ന് വേണമെങ്കിൽ പറയാം. വാണ്ടിങ് ടു ലുക്ക് ഗുഡ് ടു അതേഴ്സ്, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയുക. ഇങ്ങനെയെല്ലാം ചെയ്യാൻ പോയാൽ ആത്മാവിൽ നാം ക്ഷീണിച്ചു പോകത്തേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഗലാത്യരെ പൗലോസ് അപ്പോസ്തലൻ ആ ലേഖനത്തിൽ കൂടെ ബുദ്ധി ഉപദേശിക്കുക. കാരണം ഗലാത്യരെ പലവിധമായിട്ടുള്ള സംഗതികൾ ഇങ്ങനെ ആത്മാവിൽ ക്ഷീണിപ്പിക്കത്തക്കവണ്ണം പിശാച് സൈഡ് ട്രാക്ക് ചെയ്തുകൊണ്ട് പോയപ്പോൾ, പ്രൈസ് ഗോഡ്, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പല പ്രമാണങ്ങൾ, പഴയ നിയമത്തിൻ്റെ പല പ്രമാണങ്ങൾ അല്ലേ, പഴയ നിയമത്തിൽ മോശ അനേക പ്രമാണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കുഴപ്പമില്ലെന്നുള്ള ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ട് പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ആ അനുഭവത്തിൽ നിന്ന് പിന്തിരിയേണ്ടത് ആവശ്യമാണ്. ഗലാത്യ ലേഖനം 3-ാം 2-3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ടിപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ദൈവമക്കളെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം എത്ര ശരിയാ അല്ലേ? ബുദ്ധി കെട്ടവരായി തീർന്നിട്ട് അല്ലേ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിക്ക് അങ്ങോട്ട് പ്രാധാന്യം കൊടുക്കുക. ഹ്യൂമൻ എഫേർട്ട് വിട്ടുകള. ഞാൻ അങ്ങനെ മാത്രം നിങ്ങളോട് പറഞ്ഞ് ഈ ചിന്ത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക.
The weariness of spirit is summarized by those two words, human effort. മാനുഷ്യമായിട്ടുള്ള എഫേർട്ട് ഇട്ടാൽ പരാജയപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ പെർഫോമൻസൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് നിർത്തിയിട്ട് ഹല്ലേലൂയ നമ്മെ ആത്മാവിൽ ക്ഷീണിക്കാതിരിക്കത്തക്കവണ്ണം ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. എഫേസ്യ ലേഖനത്തിൽ നല്ല നല്ല 2 വാക്യങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തിയും കാരണമല്ല. കണ്ടോ, പ്രവൃത്തി അതുകൊണ്ടൊന്നും നടക്കത്തില്ല. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, പലതും ഏൺ ചെയ്യുവാൻ തക്കവണ്ണം, നിൻ്റെ മുമ്പിൽ വലിയ റൈറ്റായിട്ട് നിൽപ്പാൻ തക്കവണ്ണം എന്തൊക്കെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയോ അതെല്ലാം എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ സ്ഥാനം, അതിനെക്കുറിച്ചുള്ളൊരു റെവലേഷൻ എനിക്ക് തരണമേ. നീ എന്നെ തിരഞ്ഞെടുത്തു, നീ എന്നെ വീണ്ടെടുത്തു, നീ എനിക്ക് ക്ഷമിച്ചു തന്നു, എന്നെ നീതീകരിച്ചു, യഥാസ്ഥാനപ്പെടുത്തി, ആക്സെപ്റ്റഡ് ആൻഡ് ലൗഡ്. അതിനുശേഷം അങ്ങനെ എന്നെ സ്നേഹിച്ചു ഇരിക്കുന്ന എൻ്റെ പൊന്നു ദൈവമേ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് നീ എന്നെ നടത്തുമാറാകണം, അനുഗ്രഹിക്കുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.